ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പട്ടം മരപ്പാലത്താണ്. ഇവിടെ അർജുൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഡോഗിന് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാണ് പ്രെറ്റി പെറ്റ്സിനെ കോൺടാക്ട് ചെയ്തത്. നമുക്ക് അർജുനെയും അർജുൻ്റെ പെറ്റ്സിനെയും കാണാം. ഹലോ അർജുൻ. ഹലോ കാർത്തിക്. പ്രെറ്റി പെറ്റ്സ്. സോ അർജുൻ, എന്താണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ജർമ്മൻ ഷെപ്പേർഡാണ്, ചാർലി എന്നാണ് പേര്. അപ്പോൾ അവൻ 7 മാസമായി. അപ്പോൾ ഈ വിളിച്ചാൽ, ഇപ്പോൾ പേരൊക്കെ വിളിച്ചാൽ വരാൻ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കൊച്ചിലെ മുതൽ അവൻ വീട്ടിൻ്റെ അകത്തായിരുന്നു വളർന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴും വലുതായ ശേഷവും ഡോറൊക്കെ തുറന്നിട്ട് ആ വീട്ടിൻ്റെ അകത്തോട്ട് തന്നെ കയറി പോവും. പിന്നെ നമ്മുടെ ദേഹത്തൊക്കെ ചാടിക്കയറും. അപ്പോൾ അവൻ സ്നേഹം കൊണ്ട് ഇങ്ങനെ ചാടിക്കയറുന്നതാണ്. അപ്പോൾ വലുതായ ശേഷവും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ അവൻ എങ്ങനെയാണ് കെനലിൽ കിടക്കുന്നത്? വേറെ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നത്? വേറെ വന്നിട്ട് ഈ ഇപ്പോൾ തന്നെ നമ്മൾ വെളിയിൽ നടക്കാനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവൻ നമ്മളെ അനുസരിക്കാറില്ല. അവൻ സ്വന്തമായിട്ടുള്ള രീതിയിൽ നമ്മളെ അവൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുക്കാനായിരുന്നു. പിന്നെ വെളിയിൽ ചെരുപ്പിട്ടിരുന്നാൽ കടിക്കുക, അങ്ങനത്തെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഈവൻ കെനലിൽ എത്ര നേരം കിടക്കും മൊത്തം? അവൻ അധികം കൂടുതൽ തുറന്നു വിട്ടേക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാലും ഓക്കെ, അപ്പോൾ അവന് എന്തൊക്കെയാണ് അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നമ്മളിപ്പോൾ ചിലപ്പോൾ മാത്രം ഇങ്ങനെ വിളിച്ചാൽ വരും. അതും കൂടുതലും അമ്മയോടാണ് അവൻ. കാരണം ഞാനും ചേട്ടനും ഇവിടെ ഇല്ല. അപ്പോൾ അമ്മയാണ് ഇവിടെ നോക്കുന്നതല്ല. അപ്പോൾ അമ്മയോടാണ് കൂടുതൽ വിളിച്ചാലൊക്കെ ഓടി വരുന്നത്. പിന്നെ അല്ലാതെ അനുസരിക്കുന്നത് ഇപ്പോൾ വിളിച്ചാൽ വരും, അത് പിന്നെ പ്രശ്നമില്ല. അത് മാത്രമാണ്. ഇപ്പോൾ ഈ എക്സൈറ്റ്മെൻ്റ് ആണോ, അതോ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ഷൻസ് ഉണ്ടോ, അതോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ? അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ വരുമ്പോൾ അവൻ നന്നായിട്ട് കുരയ്ക്കും. അവരെ നോക്കി തന്നെ കുരയ്ക്കും. നമ്മൾ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. നമ്മൾ അടുത്ത് നിൽക്കൊണ്ടായിരിക്കും, എന്നാലും എത്ര പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. അവൻ്റെ ഇതിനെ തന്നെ കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫുഡ് ടൈമിംഗ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണ്? ഫുഡ് ടൈമിംഗ് വന്നിട്ട് 5 നേരമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ തന്നെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൂട്ടിൽ കൊണ്ട് കൊടുക്കുകയാണോ, അത് നിങ്ങൾ പറഞ്ഞിട്ടെടുക്കുന്ന ഒരു മെത്തേഡാണ്? കൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കൊടുക്കുന്നത്. ഓക്കെ, GSD എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡോഗിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? വേറെ അത്ര ഇങ്ങനത്തെ ട്രെയിൻ ഡോഗ്സ് ഒന്നും, അത് സാധാ ഡോഗ്സ് ആയിരുന്നു. ഓക്കെ, നാടൻ ബ്രീഡായിരുന്നു. അത് തുറന്നു വിട്ടു അങ്ങനെ വളർത്തിക്കൊണ്ട്. അത് പിന്നെ പോമറേനിയൻ കൊച്ചു പട്ടികളല്ലേ, അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് ആയതുകൊണ്ടാണ് ശരി. അപ്പോൾ അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു, കൂട്ടിൽ കയറുന്നില്ല, പിന്നെ വീട്ടിൽ അകത്തോട്ടൊക്കെ ഓടി കയറുന്നു, കൺട്രോളില്ല, നടക്കാനുള്ള കൺട്രോളില്ല. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവനെ നോക്കാം. കൂട്ടിക്കയറാൻ പറഞ്ഞേ. കൂട്ടിക്കയറാൻ പറഞ്ഞു. ചാർലി കൂട്ടിക്കയറ്. ഇല്ല ഇനി അടുത്ത എന്താ പ്രോബ്ലം? കയറില്ല, ചാടിക്കയറും, വലിക്കുന്നുണ്ട്, പുറത്തൊന്നും. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നടന്നു നോക്കാം. നടന്നു നോക്കാം. അകത്ത് കയറി പോവോ? അകത്ത് കയറാനാണ്. ഒന്ന് മാറ്റി അകത്ത് പോണേ പോട്ടെ. അകത്ത് എങ്ങനെ കയറും? ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺട്രോളും ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ശരി, കൂട്ടിലിട്ടു. അർജുൻ ഇപ്പോൾ വന്നപ്പോഴേ, ആക്ച്വലി എന്താ വെച്ചാൽ അർജുൻ വന്നപ്പോഴത്തേക്കും അവനൊരു എക്സൈറ്റ്മെൻറ്റ് കൊടുക്കും. ഇപ്പം നമ്മൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ അതേസമയം അയാളുടെ എക്സൈറ്റ്മെൻറ്റ് പേര് പറയുമ്പോഴും അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ ഇപ്പം ഞാൻ അവനെ എടുക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കും. ഇതേപോലെ എപ്പോഴും എടുക്കും. ഓക്കെ, ഞാനത് തുറക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോവാണ്. തുറന്നു.
പോലും ആവണ്ട, അവർക്കറിയാം ഏതാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ ശാന്തത വരാനുള്ള കാരണം അവൻ്റെ സൈക്കോളജിയിൽ ഞാൻ അപ്പർ ഹാൻഡ് എടുത്തു. അവൻ്റെ കൊലയെക്കാട്ടിയും എനിക്ക് ഡോമിനൻ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തു. അപ്പോൾ സൈലൻ്റ്. ഓക്കെ, ഇനി ഈ സൈലൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ലീഷ് ഇടും. അതുവരെ ഞാൻ സമയം എടുക്കും, ഇവിടെ കുറേ സമയം കൊടുക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 സെക്കൻഡ് ചെയ്യാൻ പറ്റി, പക്ഷെ അർജുന് ചിലപ്പോൾ അതൊരു അരമണിക്കൂർ എടുക്കും. ഇനിയേ ഞാൻ വിളിക്കൂ. ഇവൻ്റെ പേരെന്താണ്? ചാർലി. ലീഷ് ഇട്ടാലും ഇറങ്ങണം എന്നുള്ള നിർബന്ധമില്ല. ഇവിടെ ഒരു കമാൻഡ് പറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അവൻ ഈ പൊസിഷനിൽ ഇവൻ്റെ നാച്ചുറൽ പൊസിഷനായിട്ട് പോവാണ്. ഇവിടെ ഞാൻ പാറ്റ് ചെയ്യും, ഇവിടെ ഞാൻ സ്നേഹം കൊടുക്കും. ഇതൊരു ആക്ടിവിറ്റിയാണ്, ഇതെപ്പോഴും ചെയ്യണം. ഡോറ് തുറന്നിട്ടിട്ട് നമ്മൾ എപ്പോഴും കൂട്ടിൽ കിടക്കുന്ന ഡോഗിനെ ഇങ്ങനെ വന്ന് തുറന്നിട്ടിട്ട് മിണ്ടാതിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് തടവണം. ഓക്കെ, ഇനി ഞാൻ ഇവനെ തുറന്നെടുക്കുകയാണ്, പുറത്തിറക്കുകയാണ്, എൻ്റെ കമാൻഡിലെ വരാവും. അപ്പോൾ ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് ഫുഡ് കാട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഔട്ട്. അത് റിവാർഡാക്കി മാറ്റണം. ഔട്ട് ഇതാ ഞാൻ ചെറുതാക്കി അവനവിടെ വിട്ടില്ല. ഞാൻ ഇവിടെ നിർത്തി. ഞാൻ എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിനെയും പാറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോഴും പാറ്റ് ചെയ്യണം, പക്ഷെ നേരത്തെ വലിച്ചതിനാണ് പാറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവനെ കൂട്ടിൽ കയറ്റണം. ഇത് ഞാൻ ആദ്യം എന്ത് വെച്ചാൽ ഹോൾഡ് ചെയ്യും. കുടിക്കറ ശ്രദ്ധിച്ചോ? അതായത് ഈ ഡോറ് തുറന്നിട്ടാലും അവൻ്റെ ആ റിയാക്ഷൻസ് ഒന്നും പാടില്ല എന്നാൽ ഞാൻ പറഞ്ഞാലേ വരും. അതായത് ഇവിടുന്ന് പുറത്ത് ഇറങ്ങുന്നതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് വളരെ എളുപ്പം കൊടുക്കരുത്. അവൻ ഇത് ചെയ്താൽ മാത്രമേ ഇത് കൊടുക്കാവൂ. മനസ്സിലായി? ഇത് ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു 4-5 പ്രാവശ്യം വന്നത് ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഞാൻ ഔട്ട് പിന്നെയും പറയാണ്. ഔട്ട് കം, ഔട്ട് കം, ഗുഡ് ബോയ്, ഔട്ട്. കുട്ടിക്കർ അതെ, തുടരുത്. ടച്ച് ചെയ്താൽ പോയി. ഇത് ടച്ച് ചെയ്യാം. ഓക്കെ, ടച്ച് ചെയ്താൽ അത് അപ്രീഷിയേഷൻ കൊടുക്കുകയാണ് വന്നതിന്. നിങ്ങളിവിടെ ഹോൾഡ് ചെയ്താൽ മതി. ഇങ്ങനെ അവൻ വരികയാണെങ്കിൽ ഗേറ്റ് അങ്ങ് അടച്ചാൽ. ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്, നോക്കരുത്. ഈ സൗണ്ട് ഇല്ല, അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് ഇൻട്രസ്റ്റ് തരൂ, എനിക്ക് അപ്രീഷിയേഷൻ തരൂ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങോട്ട് നോക്കല്ല. നോക്കിയാൽ അത് റെക്കഗ്നൈസ്ഡ് ആയി. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കും. ഇത് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും അച്ചീവ്മെന്റ് കിട്ടിയില്ലേ, ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും. നാളെ ഇവിടുന്ന് നേരെ ഏകദേശം വീട്ടിനകത്ത് വരെ പോകാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ പട്ടി കൂട്ടി കയറിയാലും ഞാൻ പറഞ്ഞാലേ ഇറങ്ങുള്ളൂ എന്നുള്ളത് കിട്ടും. പറഞ്ഞാലേ ഇറങ്ങുള്ളൂ എന്നുള്ളത് കിട്ടിയാലേ
കയറണം എന്നുള്ള ഇമ്പോർട്ടൻസ് വരും. ഓക്കെ, ഇനി ഇറക്കി ഔട്ട് എന്നിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തും. അവൻ്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി റൗണ്ട് അടിച്ച് നിർത്തും. വെരി ഗുഡ്, അവിടെ നിർത്തും. വെരി ഗുഡ്, സൂപ്പർ. ജസ്റ്റ് ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് നിർത്തിയാൽ ലൂസായി കൊടുത്തേ. എടുത്ത് അതെ, ലൂസ് നിർത്തിക്കോളൂ. വെരി ഗുഡ്, നിർത്തിയാലും മതി. വെരി ഗുഡ്. ഇനി ആ കൈ ഇവിടെ പിടിക്കൂ. കൂട്ടിക്കയറാൻ പറയും. കൂട്ടിക്കയറി അങ്ങോട്ട് പോകും. കൂട്ടിക്കയറി. വെരി ഗുഡ്, സൂപ്പർ. വെരി ഗുഡ്. പറയൂ, കമ്മ്യൂണിക്കേറ്റ്. വെരി ഗുഡ്. വെയിറ്റ്. ഓ വെരി ഗുഡ്. ദാറ്റ്സ് സ്റ്റേ കമാൻഡ് കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആദ്യം കറക്ഷൻ വേർഡ്. അവ ഇവിടെ വരെ വന്നില്ലേ, അവിടെ ഇരിക്കാതെ ഇവിടെ വരെ വന്നില്ലേ, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നുള്ള വേർഡ് യു ആർ സപ്പോസ് ടു ഡു റോങ് തിങ് എന്നുള്ളത് അവന് മനസ്സിലാവണം. അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പറയണം. ഇനി അപ്രീഷിയേറ്റ് ചെയ്യും, തടവി കൊടുക്കും. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആളുകൾ വരുമ്പോഴും കുരയ്ക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഈ കാം മൈൻഡ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ഡോഗ് കാംനെസ് മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായോ? ഡോഗിൻ്റെ കാംനെസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവനെ കുറച്ചുകൂടെ നടത്തിയിട്ട് ഇവിടുന്ന് അത് അടുത്ത ദൂരം നടത്തിയതിന് ശേഷം ഇവിടെ നിന്നാണ് കൂട്ടിക്കയറെന്ന് പറഞ്ഞപ്പോൾ കയറിയത്. ഇനി ഇവിടെ നിന്നുകൊണ്ട് കൂട്ടിക്കയറെന്ന് പറഞ്ഞ് ചെയ്യണം. ഓക്കെ. വെയിറ്റ്, നമ്മൾ എക്സൈറ്റ് എടുക്കുക. പറയൂ. കൂട്ടിക്കയറി അങ്ങോട്ട് കൊടുക്കൂ. കൂട്ടിക്കയറി. വെരി ഗുഡ്, വിട്ടു കൊടുത്തേ. വെരി ഗുഡ്. വെരി ഗുഡ്. അടയ്ക്കരുത്, അതായത് ഇതിങ്ങനെ അടയ്ക്കരുത്. ഇങ്ങനെ അടയ്ക്കരുത്. യു ഹാവ് ടു. വെരി ഗുഡ്. ഓക്കെ, ഇത് റെഗുലർലി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഡോഗ് കൂട്ടിലും കയറും, കൂട്ടിൽ കയറി ഇറങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത ഇതേ സ്റ്റോപ്പ്, ഇതിപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തില്ലേ, ഇതേ കൺട്രോളാണ് നമ്മൾ ഗേറ്റിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ കൺട്രോൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഈ സൈൻ ഉറക്കായിട്ട് കൊടുക്കുക, ഹൈറ്റിൽ കൊടുക്കുക. വെയിറ്റ്, സ്റ്റേ, ഓക്കെ, പിന്നെ അല്ലെങ്കിൽ വരണ്ട എന്നുള്ള ഏതെങ്കിലും ഒരു വാക്ക്, ഏത് വാക്കാണെങ്കിലും നമ്മൾ ആക്ഷനും വലിയ ആക്ഷനായിട്ട് കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലാവും. ഇനി കുരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ കുരയ്ച്ചു, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡോഗിന് നമുക്ക് ഇനി വീട്ടിനകത്തും കയറാൻ പാടില്ല, എന്നാൽ കയറിയാൽ നമ്മുടെ കൺട്രോളിൽ വേണം കയറാൻ. പിന്നൊന്ന് ഇവന് നടക്കാൻ നേരത്തും കൺട്രോൾ വരണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് അവൻ്റെ മുകളിൽ കൺട്രോൾ എത്തിക്കണം. അതായത് ഞാനാണ് അവൻ്റെ കൺട്രോളർ എന്നുള്ള അറിയിക്കണം. അതിനുവേണ്ടി നമുക്കിപ്പോൾ ഈ ഒരു സ്ലാബ് പോലത്തെ ഐറ്റം ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊരു കൺട്രോൾ ആക്ടിവിറ്റി ചെയ്യാം. അവൻ്റെ സൈക്കോളജിയിൽ കൺട്രോൾ ചെയ്യാനും എക്സസൈസ് ബിൽഡ് ചെയ്യാനുമാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അവൻ അവിടെ കയറാൻ പറയുന്നു. എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടെ കയറുക, അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ പറയുമ്പോൾ ഇറങ്ങുക. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, കയറാനൊരു ടൈറ്റ് ഫീൽ ചെയ്തു. പക്ഷെ അവൻ ഞാൻ എന്നിട്ട് വിട്ടില്ല. വെയിറ്റ്, അവിടെ ഇരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഇല്ല.
ആ ആ ആ ആ വെയിറ്റ്. ഇതേ കൺട്രോൾ ഞാൻ അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ എടുത്തോളാം. ഇപ്പൊ അകത്ത് കയറാവോ? അകത്ത് കയറാം, അകത്ത് കയറും. ഇപ്പൊ ഇവ കയറിയില്ലേ? ഒരു കാരണവശാലും നമ്മൾ ഉടനെ കയറുക. നമ്മളിപ്പോൾ ഞാൻ കയറില്ല, കണ്ടോ, ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, വെയിറ്റ് ചെയ്യാനില്ല. എനിക്ക് അത് മാത്രമല്ല, അവൻ്റെ പൊസിഷൻ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അവനെ തിരിച്ച് ഞാൻ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, നിർത്തി. എനിക്ക് ടെൻഷനുണ്ട്, എനിക്കറിയാം വെളിയിൽ പോകാനാണ്. ഓക്കെ, ഞാൻ അത് നിർത്തി ഹോൾഡ് ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഇവിടെ മൂവ് ചെയ്യാതിരുന്നപ്പോൾ അവൻ ഇവിടെ ഇരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, ഇനി എൻ്റെ കൺട്രോൾ. ഞാൻ വേണം അകത്തേക്ക് ആദ്യം കയറാൻ. പിടിച്ചിട്ടു, ഞാൻ ആദ്യം അകത്ത് കയറി, ഞാൻ ബ്ലോക്ക് ചെയ്തു.
ബാക്കി പോ. നിങ്ങളുടെ വെയിറ്റ് ചെയ്തു, ഗുഡായി. ഇങ്ങോട്ട് വരും, വെയിറ്റ് ചെയ്യും. അവന് നോക്കരുത്, ഇപ്പോൾ അവന് നോക്കരുത്, ഇങ്ങോട്ട് ഇറങ്ങിക്കോ. കഴിഞ്ഞു, നിങ്ങളുടെ അച്ചീവ്മെന്റ് അവിടെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ നിർത്തിയതിന് ശേഷം ഇവൻ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യണവരെ കാത്തിരിക്കണം കുറച്ച് ദിവസം. അതായത് ഇപ്പോൾ ഇവന് ഞാനിപ്പോൾ ഫോഴ്സ്ഫുള്ളി സെറ്റിൽ ഡൗൺ ചെയ്യുകയാണ്. വെയിറ്റ്, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇരുത്തിയതാണ്, ഇനി നമ്മൾ അകത്ത് കയറാം. ഇപ്പോൾ അവൻ വെയിറ്റ് ചെയ്ത് അവിടെ കിടന്നു. ഇതാണ് നമ്മുടെ സൈൻ അകത്ത് കയറാൻ. എന്നിട്ട് നമ്മൾ അകത്ത് കയറാം. അപ്പോൾ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവും. ഇറക്കിക്കോ, ഞാൻ കയറി. സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിച്ചു. പക്ഷേ ഇത് വെയിറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ പ്രഷർ ചെയ്താണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കലി ഞാൻ ഹോൾഡ് ചെയ്തു, വെയിറ്റ് ചെയ്തു, കയറി. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യണം, ഇതേ ആക്ടിവിറ്റി തന്നെ വർക്ക് ചെയ്യണം, എങ്കിലേ ഈ ഡോഗ് ഇങ്ങനെ നിൽക്കും. ഇപ്പം ഞാൻ ഇനി അടുത്തൊരു ചലഞ്ചും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും കാര്യം ഇത് വെച്ചാണ് ഞാൻ ചെയ്തത്. ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യണം. ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലിരിക്കുമ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു ബിസ്ക്കറ്റോ ഒരു ഫുഡോ എന്തെങ്കിലും കൊണ്ടുപോയി റിവാർഡ് ചെയ്യണം. അപ്പോൾ അതേ റിവാർഡ് ഞാൻ ചെയ്തിട്ട് ഒന്നും കൂടെ തിരിച്ചു വരികയാണ്. ഗുഡ് ബോയ്, തടവി കൊടുത്തു, ഗുഡ് ബോയ്, യെസ്. ഞാൻ എന്നിട്ട് ലീഷ് എടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഒന്നും കൊടുക്കാം, തിരിച്ചു കൊണ്ടുവന്നു. അതേ പോസ്റ്ററിൽ പിന്നെയും വരുന്നു. ഏയ്, കിടന്നു. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ ഇവൻ വീട്ടിനകത്ത് കയറിയാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കൺട്രോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൺട്രോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെയാണ്. പക്ഷെ അതിപ്പോൾ ഉടനെ നിങ്ങൾ ചെയ്യരുത്, ഒരാഴ്ച ടൈം എടുത്തതിന് ശേഷമേ ചെയ്യാവൂ. പക്ഷെ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവനെ ഇനി ഞാൻ വീട്ടിലോട്ട് അലോ ചെയ്യുകയാണ്. കിട്ടി വാ, വെരി ഗുഡ്, വെയിറ്റ്. അത് മാത്രമല്ല ലീഷ് ഇല്ലാതെ അകത്ത് കയറ്റരുത്, ഇതില്ലാതെ അകത്ത് കയറ്റാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ വിളിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാൻ. അപ്പോൾ അവൻ പഠിക്കുന്ന അതും കൂടെയാണ്. എപ്പോഴാണോ അവൻ വിളിച്ചാൽ നമുക്ക് വരുന്നത്, എപ്പോഴാണോ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നത്, ഇതേപോലെ എപ്പോഴാണോ നമ്മുടെ ലീഷൊന്നും തൊടാതെ വർക്ക് ചെയ്യുന്നത് അതുവരെ റിപ്പീറ്റഡ്ലി ചെയ്താൽ മതി. ഒരു മാക്സിമം പോയ 1 വീക്ക്. ഇനി ഈ ഫേസ് കഴിഞ്ഞാൽ അടുത്തൊരു ഫേസും കൂടെ ഉണ്ട്. അവൻ പറഞ്ഞ ഔട്ടിൽ പോകണം, പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണം. ഇത് 2 ചലഞ്ചാണ്. ആദ്യം വെയിറ്റ് ചെയ്തു, അത് നമുക്ക് കിട്ടി. അടുത്ത ഇവിടെ വന്ന് ഇങ്ങനെയും വെയിറ്റ് ചെയ്തു. ഇനി അടുത്തത് ഇവിടുന്ന് പോയിട്ട് അവിടെ പിന്നെയും വെയിറ്റ് ചെയ്യാന്ന് പറയുന്ന ചലഞ്ചാണ്. അവൻ പിന്നെയും ഫൈറ്റ് ചെയ്യും. ഓക്കെ, അതും കൂടെ നമുക്ക് നോക്കാം എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഔട്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ആദ്യം ഫൈറ്റ് ചെയ്തു, പിന്നെ അവോയ്ഡ് ചെയ്തു. ഇപ്പോൾ സബ്മിഷൻ പകുതി പോയതേ ഉള്ളൂ. സെറ്റിൽ ഡൗൺ, അതുവരെ നമ്മൾ സമയം കൊടുത്ത് വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ഓരോ ഫേസസ് ആയിട്ടാണ് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തി മനസ്സിലാക്കി, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതൊരു പ്രോസസ്സ് പോലെ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട്? ഇത്ര
പെട്ടെന്ന് പഠിക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒട്ടും അനുസരണ ഇല്ലായിരുന്നു. കാരണം നമ്മൾ പേര് വിളിച്ചാൽ പോലും ഭയങ്കര വരത്തില്ല. ഇപ്പോൾ ഡോറ് തുറന്നു കിടക്കുകയാണെങ്കിൽ വെറുതെ കയറി ഓടും, ഇറങ്ങിപ്പോവും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇത്ര ഇതിലിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത് തന്നെ. അടങ്ങിയിരിക്കാറുകൂടെ ഇല്ലാതെ. ചാർലിയുടെ കൺട്രോൾ അപ്പോൾ അർജുന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, അത് ക്യാപിറ്റലൈസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ പ്ലീസ് കണ്ടിന്യൂ. താങ്ക് യു.